സുർജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെ സ്പോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയായിരിക്കും രാത്രിയേറെ വൈകിയാൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുക? രാത്രി ദൗത്യം അതിസങ്കീർണമാകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ തന്നെ ഈ തെരച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വനംവകുപ്പ് മുന്നോട്ട് ഇതിനകം തന്നെ പോയിട്ടുണ്ട്. ഇവിടെ പോലീസ് സാന്നിധ്യവുമുണ്ട്, ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമുണ്ട്. ചില നടപടികൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വേഗത്തിൽ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നിലവിൽ ഉള്ള ബോർ പമ്പ് ആക്ഷൻ ഗൺ എന്നുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രദേശം തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബോർ പമ്പ് ആക്ഷൻ ഗൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് കടുവയെ വെടിവെച്ച് കൊല്ലുക എന്നുള്ള ദൗത്യമാണ് ഇപ്പോൾ വനംവകുപ്പ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള വെറ്ററിനറി സംഘം ഇവിടേക്കുള്ള യാത്രയിലാണ്. അല്പസമയത്തിനകം തന്നെ അവർ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു. ഈ ചെതലത്ത് റേഞ്ചിൻ്റെ കീഴിലും ഒപ്പം തന്നെ ഇരുളം ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ ചെതലത്ത് റേഞ്ചിന് കീഴിലുള്ള ഇരുളം ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിലുള്ള ഉദ്യോഗസ്ഥരും ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നുണ്ട്. അവർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഒപ്പം തന്നെ പഞ്ചാരക്കൊല്ലിയിൽ ഈ RRT സംഘം ക്യാമ്പ് ചെയ്യാനായി ബേസ് ക്യാമ്പ് ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഈ തെർമൽ ഡ്രോണുകളും സാധാരണ ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ നോർത്ത് വയനാട് ഡിവിഷനിലുള്ള ക്യാമറ ട്രാപ്പുകൾ ഇതിനകം ഈ പ്രദേശത്ത് പരിസരത്തെല്ലാം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥാപിച്ചിട്ടുണ്ട്. സൗത്ത് വയനാട് ഡിവിഷനിൽ നിന്നുള്ള ക്യാമറ ട്രാപ്പുകളും ഈ പ്രദേശത്തേക്ക് വിന്യസിക്കുന്നുണ്ട്. അത്തരത്തിൽ ക്യാമറ ട്രാപ്പുകൾ ഈ മേഖലയിൽ കൂടുതൽ സ്ഥാപിക്കുന്ന നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. DFO മാർട്ടിൻ ലോവലിനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ കമാൻഡറായി പ്രവർത്തിക്കുന്നത് നോർത്ത് വയനാട് DFO ആയിട്ടുള്ള മാർട്ടിൻ ലോവലാണ്. ഇതിൻ്റെ മുഴുവൻ ചുമതലയും പൂർണ്ണ ചുമതല CCF ആയിട്ടുള്ള KS ദീപക്കാണ്. നോർത്തേൺ CCF ആണ്. അവർ ഈ പ്രദേശത്തേക്ക് എത്തുകയും ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പഞ്ചാരക്കൊല്ലി പ്രദേശത്ത് ഈ കെണി ഉൾപ്പെടെയുള്ള സ്ഥാപിക്കാനുള്ള നീക്കം, അതായത് കൂടുകൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ കൂടുകൾ ഇവിടേക്ക് എത്തിക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഓപ്പറേഷൻ സുഗമമായി നടത്തുന്നതിൻ്റെ ഭാഗമായി ഈ മേഖലയിൽ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. CRPC നിയമപ്രകാരം നിരോധനാജ്ഞ ഈ പ്രദേശത്ത് ഇതിനകം തന്നെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മുത്തങ്ങ ക്യാമ്പിൽ നിന്നുള്ള കുങ്കിയാനകളെ കൂടി ഇവിടെ വിന്യസിക്കാനുള്ള നീക്കം വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് നിലവിൽ വനംവകുപ്പ് പൂർത്തിയാക്കിയിട്ടുള്ളത്. കൂടുതൽ തെർമൽ ഡ്രോണുകൾ അത്തരം കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടുള്ള പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വനംവകുപ്പ് വേഗത്തിൽ കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ആയുധങ്ങൾ ഉൾപ്പെടെ ഏന്തിക്കൊണ്ടുള്ള സംഘം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വനമേഖല കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുകയാണ്. പ്രത്യേകിച്ച് ഈ ആളുകൾ നമ്മോട് വെളിപ്പെടുത്തിയത് കടുവയെ വീണ്ടും കണ്ടു എന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. നമ്മളിവിടേക്ക് എത്തിയ ഘട്ടത്തിലാണ് 3 പേർ അവിടെ നിന്ന് ഓടി എത്തി അവിടെ നിൽക്കുകയായിരുന്നു. അവരാണ് പറഞ്ഞത് കടുവയെ വീണ്ടും കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന്. അതാണ് ഏറ്റവും വലിയ ആശങ്കയ്ക്ക് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ താഴെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുകയും അവർ തെരച്ചിൽ നടത്തുകയും ചെയ്തത്. ഈ പ്രദേശത്തേക്ക് കൂടുതൽ RRT സംഘം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തുന്നുമുണ്ട്. എന്തായാലും എല്ലാവിധ സന്നാഹങ്ങളോടുകൂടി സജീവമായുള്ള തെരച്ചിലിലേക്ക് വനംവകുപ്പ് കടക്കുകയാണ്. ആ നീക്കം നടത്തുകയാണ്. രാത്രിയിൽ തെർമൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ഉണ്ടാകുമെന്നുള്ളത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഈ കടുവ ഏത് മേഖലയിൽ നിന്ന് വന്നു എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ക്യാമറ ട്രാപ്പിലൊക്കെ അതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ലഭിച്ചാൽ മാത്രമേ ഈ കടുവ എവിടെയുള്ളത് എന്നുള്ളത്, നേരത്തെ അമരക്കുനിൽ നിന്ന് കണ്ടെത്തിയ കഴിഞ്ഞ ദിവസം അമരക്കുനിൽ നിന്ന് പിടികൂടിയ കടുവ ഏത് വയനാട്ടിലെ കടുവയല്ല, അതായത് കേരളത്തിൻ്റെ ഡാറ്റാബേസിൽ ഇല്ലാത്ത കടുവയായിരുന്നു. അത് കർണാടക ഭാഗത്ത് നിന്ന് വന്നതാണ്. ഇതും കർണാടക ഭാഗത്ത് നിന്ന് വന്നതാണോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നും ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ മാത്രം ദൂരം മാത്രമാണ് ബാവലി ഉൾപ്പെടെയുള്ള വനമേഖലയിലേക്കുള്ളത്. ബൈരക്കുപ്പ ഭാഗത്ത് ഒരു ആദിവാസി സ്ത്രീയെ കഴിഞ്ഞ ദിവസം കാണാതായിട്ടുണ്ട്. അത് കടുവ ആക്രമണമാണ് എന്നുള്ള തരത്തിൽ പറയപ്പെടുന്നുണ്ട്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഒരു സ്ത്രീ അവിടെ നിന്നും ഒരു ആദിവാസി സ്ത്രീയെ ബൈരക്കുപ്പ ഭാഗത്തു നിന്ന് കാണാതായിട്ടുണ്ടെന്നുള്ള വിവരം, അത് കർണാടക മേഖലയാണ്, ആ കർണാടക വനമേഖലയിൽ കാണാതായിട്ടുണ്ടെന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ വലിയ ആശങ്കയായി നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ മേഖലയിൽ നിന്ന് കടന്നു വന്ന കടുവയാണോ എന്നുള്ള ഉൾപ്പെടെയുള്ള സംശയം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള നടപടി ഒരു 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ആ യോജിച്ച രീതിയിലുള്ള പ്രവർത്തനമാകും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടത് എന്നുള്ള ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ആ നടപടിയിലേക്ക് വനംവകുപ്പ് കടക്കുന്നു. സജീവമായ രീതിയിൽ തന്നെ തെരച്ചിൽ മുന്നോട്ട് പോകുന്നു. വളരെ സക്രിയമായ രീതിയിലുള്ള ഇടപെടൽ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. മാത്രമല്ല ഈ കുടുംബത്തിന് ധനസഹായം അടക്കമുള്ള കാര്യങ്ങൾ വേഗത്തിൽ തന്നെ ലഭ്യമാക്കാനുള്ള ആവശ്യമാണ് ഉയരുന്നത്. അത്തരത്തിലുള്ള നടപടിയിലേക്കാണ് വനംവകുപ്പ് കടന്നുകൊണ്ടിരിക്കുന്നതും. മന്ത്രി OR കേളു ഇവിടെ തന്നെയുണ്ട്. ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ മന്ത്രി OR കേളു വിലയിരുത്തുന്നുമുണ്ട്. എന്താണ് അവസ്ഥ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. മാർട്ടിൻ ലോവൽ DFO ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. മാത്രമല്ല മറ്റ് സംവിധാനങ്ങൾ, ഇന്ന് രാവിലെ ഈ തണ്ടർബോൾട്ടിൻ്റെ കോമ്പിംഗ് ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സംഭവം പുറലോകത്തേക്ക് എത്തില്ലായിരുന്നു. ഇത്തരം സമയബന്ധമായി എത്തില്ലായിരുന്നു. വനംവകുപ്പിൻ്റെ ടീമിനെ വിളിച്ച് ഇതെല്ലാം തന്നെ ഈ തണ്ടർബോൾട്ട് സംഘമാണ്. തണ്ടർബോൾട്ട് സംഘം നടത്തിയ മാവോയിസ്റ്റ് വിരുദ്ധ തെരച്ചിലാണ്. ആ തെരച്ചിലിനിടയിലാണ് ഇങ്ങനെ ഒരു
അസ്വാഭാവിക സാഹചര്യം കണ്ടെത്തുന്നത്. അവർ വനത്തിനകത്തേക്ക് കയറി പോകുമ്പോഴാണ് ഇങ്ങനെ വനത്തിനകത്ത് ചോരപ്പാടുകൾ ഉൾപ്പെടെ കണ്ടെത്തിയത്. അതിനുശേഷം നടത്തിയ തെരച്ചിലാണ് മൃതദേഹം ഛിന്നഭിന്നമായ നിലയിൽ, തല ഇല്ലാത്ത നിലയിൽ മൃതദേഹം കാണപ്പെടുന്നത്. ഉടൻ തന്നെ അവിടെ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും ഇവിടെ നിന്നും നേരെ കൊണ്ടുപോവുകയുമായിരുന്നു. മൃതദേഹം ഇത് താഴേക്ക് എത്തിച്ചു. മൃതദേഹം താഴേക്ക് എത്തിച്ച ഘട്ടത്തിൽ പ്രതിഷേധമുയർന്നു. ആ പ്രതിഷേധത്തെ തുടർന്നാണ് ഇപ്പോൾ വനംവകുപ്പ് വളരെ സജീവമായ രീതിയിലുള്ള നടപടിയിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കൂടുതൽ തെർമൽ ഡ്രോണുകൾ, ക്യാമറ ട്രാപ്പുകൾ, കൂടുതൽ മേഖലയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ, സൗത്ത് വയനാട് ഡിവിഷനിൽ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ, വയനാട് വൈൽഡ് ലൈഫിൻ്റെ ഭാഗമായുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അവരെല്ലാം എത്തിച്ചുകൊണ്ട് പൂർണ്ണമായും ആയുധ സന്നാഹങ്ങളോടുകൂടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമരക്കുനിയിലെ കടുവ നമുക്കറിയാം, അത് തെർമൽ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിൽ, കൂടാതെ കൂടുതൽ RRT സംഘങ്ങൾ, വിവിധ ഡിവിഷനുകളിൽ നിന്നുള്ള വനംവകുപ്പ് സംഘാംഗങ്ങൾ എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിച്ചേരും. കൂടാതെ കുംകി ആനകളെയും ഈ തെരച്ചിലിൽ പങ്കാളികളാക്കും, അവരെയും മുത്തങ്ങയിൽ നിന്ന് അങ്ങോട്ടേക്ക് എത്തിക്കും എന്നൊക്കെയുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ്. കൂട് ഇതിനോടകം തന്നെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രിയൊക്കെ തെരച്ചിലിനൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്ന സൂചനയും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികളിലേക്ക് വളരെ വേഗം ഈ വാർത്തയിലേക്കും മറ്റു വാർത്തകളിലേക്കും എത്തും.